UPA സർക്കാർ രാജ്യത്തിന് സമ്മാനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നായിരുന്നു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഇന്ത്യയിലെ ഗ്രാമീണ ജനങ്ങളുടെ ജീവിതത്തിന്റെ ഗതി മാറ്റിയ ഈ പദ്ധതിയെ തകർക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ. പദ്ധതിയുടെ പേര് മാറ്റിയും വ്യവസ്ഥകളിൽ മാറ്റം വരുത്തിയും തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങളെക്കുറിച്ചറിയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് തന്നെ മാറ്റിക്കൊണ്ടാണ് കേന്ദ്രം ഈ പദ്ധതിയെ തകർക്കാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കമിടുന്നത്. ഇത് സംബന്ധിച്ച പുതിയ ബില്ല് അടുത്ത ദിവസം പാർലമെന്റിൽ അവതരിപ്പിക്കും. വികസിത് ഭാരത് റോസ്ഗാർ ആജീവിക മിഷൻ അല്ലെങ്കിൽ പൂജ്യ ബാപ്പു ഗ്രാമീൺ റോസ്ഗാർ യോജന എന്നായിരിക്കും പുതിയ ബിൽ പാസായാൽ ഇനി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര്. നിലവിൽ തൊഴിലുറപ്പ് പദ്ധതി പ്രതിവർഷം 100 തൊഴിൽ ദിനങ്ങളാണ് ഉറപ്പുവരുത്തുന്നതെങ്കിൽ പുതിയ പദ്ധതി പ്രകാരം 125 തൊഴിൽ ദിനങ്ങൾ ഉറപ്പുവരുത്തുമെന്നാണ് കേന്ദ്രം അവകാശപ്പെടുന്നത്. ഗാന്ധിയുടെ പേര് മാറ്റുന്നു എന്നതൊഴിച്ചാൽ ഇതിൽ എന്താണ് വിമർശിക്കാനുള്ളത് എന്നാണ് ചോദ്യമെങ്കിൽ ഗാന്ധിയുടെ പേര് മാറ്റുന്നതുൾപ്പെടെ എല്ലാം തന്നെ വിമർശനത്തിനിടയാക്കുന്നതാണ് എന്നാണ് ഉത്തരം. ഒറ്റ നോട്ടത്തിൽ കൂടുതൽ തൊഴിൽ ദിനങ്ങൾ നൽകുന്ന ഈ പദ്ധതി നല്ലതല്ലേ എന്ന് തോന്നുമെങ്കിലും ഇതിന് പിന്നിൽ ചില അപകടങ്ങൾ ഒളിച്ചിരിപ്പുണ്ട്. അത് പ്രധാനമായും സംസ്ഥാനങ്ങൾക്ക് മേൽ അമിത സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിക്കുന്നതാണ് എന്നത് തന്നെ. നിലവിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ അവിദഗ്ധ മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ മുഴുവൻ വേതനവും കേന്ദ്ര സർക്കാരാണ് നൽകുന്നത്. വിദഗ്ധ, അർദ്ധവിദഗ്ധ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവരുടെ വേതനത്തിന്റെ 4/1 കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത്. കൂടാതെ മെറ്റീരിയൽ ചെലവിന്റെ 4/1 വഹിക്കേണ്ടത് കേന്ദ്ര സർക്കാർ തന്നെ. എന്നാൽ പുതിയ ബിൽ പ്രകാരം ഇത് 40-60 അനുപാതത്തിലാണ്. അതായത് വേതനത്തിന്റെയും മെറ്റീരിയൽ ചെലവിന്റെയും 40% സംസ്ഥാന സർക്കാരുകളും 60% മാത്രം കേന്ദ്ര സർക്കാരും നൽകുന്ന നിലയിലായിരിക്കും ഇത്. എന്നാൽ നിയമസഭകളില്ലാത്ത കേന്ദ്രഭരണ പ്രദേശങ്ങൾ, ചില വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ ഇത് 90-10 എന്ന അനുപാതത്തിലുമായിരിക്കും. പുതിയ ബിൽ പ്രകാരം സംസ്ഥാനങ്ങൾ ഈ പദ്ധതിയുടെ നടത്തിപ്പിനായി പ്രതിവർഷം ഏകദേശം 50,000 കോടി രൂപയെങ്കിലും അധികം ചെലവഴിക്കേണ്ടി വരും. കേരളത്തിന്റെ മാത്രം കാര്യമെടുത്താൽ 2000 മുതൽ 2500 കോടി രൂപ വരെ അധിക ചെലവ് വരുത്തുന്നതാണ് ഈ പുതിയ ബില്ല്. ഫലത്തിൽ കേന്ദ്രം പതുക്കെ ഈ പദ്ധതിയുടെ സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് പിന്മാറുകയും എന്നാൽ ക്രെഡിറ്റ് പൂർണ്ണമായും കൈക്കലാക്കുകയും ചെയ്യുന്നതാണ് പുതിയ നിർദ്ദേശം. നിലവിൽ തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിൽ ദിനങ്ങളും ജോലികളും നിർണയിച്ചിരുന്നത് ഗ്രാമസഭകളിലൂടെയും പ്രദേശത്തിന്റെ ആവശ്യകതയുമെല്ലാം പരിഗണിച്ചായിരുന്നു. തദ്ദേശീയ സർക്കാരുകളായിരുന്നു ഇക്കാര്യങ്ങൾ ചെയ്തിരുന്നത്. എന്നാൽ പുതിയ ബിൽ പ്രകാരം ഇക്കാര്യങ്ങൾ പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെ വികസിത് ഭാരത് നാഷണൽ റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റാക്ക് എന്ന പദ്ധതിക്ക് കീഴിലുള്ള ചില ടെക്നിക്കൽ ടൂളുകൾ ഉപയോഗിച്ചാണ് നിയന്ത്രിക്കുന്നത്. പ്രദേശത്തിന്റെ ആവശ്യകതകൾ പോലും ഇത്തരത്തിൽ ടെക്നിക്കലായി നിർണ്ണയിക്കുമ്പോൾ അതിൽ പ്രാദേശിക സർക്കാരുകൾക്ക് ഇടപെടാനാകില്ല എന്നതും വിമർശിക്കപ്പെടുന്നു. നിലവിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിൽ ദിനങ്ങൾ കണക്കാക്കിയിരുന്നത് ഓരോ ജോലിയുടെയും ആവശ്യകത പരിഗണിച്ചായിരുന്നുവെങ്കിൽ പുതിയ ബില്ലിൽ ഫണ്ടിന്റെ ലഭ്യത കണക്കാക്കിയായിരിക്കും തൊഴിൽ ദിനങ്ങൾ നിർണ്ണയിക്കുക. എന്നുവെച്ചാൽ ഫണ്ട് തീർന്നാൽ പണി ഉണ്ടാകില്ല എന്നർത്ഥം. പഞ്ചായത്തുകളെ മാറ്റി നിർത്തി ചില ഡാഷ്ബോർഡുകളിലെ ടെക്നിക്കൽ വിവരങ്ങൾ മാത്രം അടിസ്ഥാനപ്പെടുത്തി തൊഴിൽ ദിനങ്ങൾ നിർണ്ണയിക്കുമ്പോൾ സാങ്കേതിക പരിജ്ഞാനമില്ലാത്ത ഗ്രാമീണർ പിന്തള്ളപ്പെടുമെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. ഇതിനെല്ലാം പുറമെ കാർഷിക സീസണുകളുടെ പേരിൽ വർഷത്തിൽ 60 ദിവസം വരെ പദ്ധതി നിർത്തിവെക്കാനും പുതിയ ബിൽ സംസ്ഥാനങ്ങൾക്ക് അവകാശം നൽകുന്നുണ്ട്. സ്വകാര്യ കാർഷിക മേഖലകളിലേക്ക് തൊഴിലാളികളെ ലഭ്യമാകുന്നില്ല എന്ന കാരണത്താലാണ് ഈ നിർദ്ദേശം. ഫലത്തിൽ പൊതുമേഖലയിൽ തൊഴിലെടുക്കേണ്ട തൊഴിലാളികളെ അവിടെ നിന്ന് മാറ്റി സ്വകാര്യ ഫാമുകളിലേക്ക് തള്ളിവിടുന്നതും ഇത് കാരണമാകുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ രാജ്യത്തെല്ലായിടത്തും ഈ പദ്ധതി നിലവിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീൺ തൊഴിലുറപ്പ് പദ്ധതി എന്ന പേരിലാണ് ബ്രാൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇത് പുതിയ പേരിലേക്ക് റീബ്രാൻഡ് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ചെലവും പൂർണ്ണമായും സംസ്ഥാനങ്ങൾ വഹിക്കേണ്ടി വരുന്നു. ഉദാഹരണത്തിന് പഴയ പേരിലുള്ള ബോർഡുകൾ മാറ്റി പുതിയ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനാവശ്യമായ ചെലവ് ഉൾപ്പെടെ സംസ്ഥാനങ്ങളാണ് വഹിക്കേണ്ടത്. പുതിയ ബില്ലിലൂടെ പദ്ധതിയുടെ രാഷ്ട്രീയ ഉടമസ്ഥാവകാശം പഴയ UPA സർക്കാരിൽ നിന്ന് മാറ്റി തങ്ങളുടെ പേരിലാക്കാമെന്നും മോദി സർക്കാർ കണക്കുകൂട്ടുന്നു. ഇത്തരത്തിൽ മഹാത്മാഗാന്ധിയുടെ പേരിൽ രാജ്യത്തെ ഗ്രാമീണ ജനതയുടെ ജീവിതത്തിൽ വെളിച്ചം വീശിയ ഒരു പദ്ധതിയെ കഴുത്ത് ഞെരിച്ചു കൊല്ലാനാണ് കേന്ദ്ര സർക്കാർ പുതിയ ബില്ലിലൂടെ ശ്രമിക്കുന്നത്.